ആകാശഗംഗയുടെ ആർട്ട് ഡയറക്ടർ RK ആയിരുന്നു. അന്ന് ഈ ആർട്ട് ഡയറക്ഷനിൽ എനിക്ക് തോന്നുന്നു അത്രയും ഓടിയ ഒരു വലിയ പടമാണെങ്കിൽ കൂടി അതിൻ്റെ ആർട്ട് ഡയറക്ഷനൊക്കെ വളരെ ചീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ RK ചേട്ടൻ രാജേഷ് ചേട്ടൻ കൂടെ നിന്നിട്ടാണ് ചെയ്തു തന്നത്. ഈ മാറ്റ് പെയിൻറ്റിങ്ങിലൂടെയാണ് അതിൻ്റെ പാട്ടുകൾ വൈകാശി തിങ്കൾ ഉറങ്ങും വൈഡൂര്യക്കടയിൽ എന്നുള്ള പാട്ടൊക്കെ പലരും ചോദിച്ചു വലിയ ഗ്രാഫിക്സ് ആണെന്നൊന്നുമില്ല. വെറും ഗ്ലാസ്സിൽ മാറ്റ് പെയിൻറ്റിങ് നടത്തി വിഷ്വൽ ഉണ്ടാക്കിയ അദ്ദേഹം അതിൻ്റെ സോങ്ങിലൊക്കെ RKയുടെ ഒരു ഹെൽപ്പെന്ന് ഭയങ്കരമായിട്ട് നമുക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നായകനാക്കിയിട്ട് അതിൻ്റെ ഈ പാട്ടും അതിൻ്റെ ഡാൻസും ഒക്കെ അതിനകത്ത് കലാമാസ്റ്റർ ഇന്നും പറയും ഞങ്ങളൊരു 2 ദിവസം എടുത്തു വന്ന് ഈ ഒരു സോങ്ങിൻ്റെ ഒരു ഷോട്ട് തീർക്കാനായിട്ട് റിയാസിൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്സ് കറക്റ്റ് ചെയ്യാനായിട്ടാണ്. ദിവ്യാവണ്ണി നല്ലപോലെ ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ഒറ്റപ്പാലത്ത് ഈ ഒളപ്പമണ്ണ മനയിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. ഒളപ്പമണ്ണ മനയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓക്കെ അവിടുത്തെ തിരുമേനി ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ കഥയും ആ മനയുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവമായി. അതിനകത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പിന്നെ പൂജ കഴിക്കണം. ഈ ഷൂട്ടിംഗ് സമയത്ത് ഈ കാവിനകത്ത് പാമ്പ് വന്നിട്ട് ഇങ്ങനെ കൊത്തിയാണ് ശിവജിയെ കൊല്ലുന്നത്. ശിവജി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ പറയുന്ന മയൂരിയുടെ ക്യാരക്ടറെ പച്ചജീവനോട് ചിതയിൽ വെച്ച് കൊന്ന് അന്ന് തീയരിച്ച കാര്യസ്ഥനായൊരു മനുഷ്യൻ്റെ വേഷമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരനെ കൊല്ലുന്നത് ഇങ്ങനെ വേരുകൾ വന്ന് പിന്നെ പിടിച്ച് ഒരാളെ പൂട്ടി തലകീഴായിട്ടിട്ട് മൂർഖൻ പാമ്പ് കൊത്തിക്കൊല്ലുകയാണ്. ശിവജി പറഞ്ഞു ഓക്കെ മൂർഖൻ പാമ്പൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ തുറന്നു വിട്ടുകൊടുത്തു. ഈ മൂർഖൻ പാമ്പ് പിന്നെ അന്ന് ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്നാണ് സെൻസർ സമ്മതിക്കത്തില്ല. സംഭവമൊക്കെ ഓക്കെ ആയി. പക്ഷേ ഇത് തലകീഴായിട്ട് വേരിൽ കെട്ടിയിട്ടിട്ട് പുള്ളിയെ തലകീഴായിട്ട് നേരെ കെട്ടിയിട്ടതിന് ശേഷം ഇത് തുറന്നു വിട്ടപ്പോഴാണ് സംഭവം. പുള്ളിയുടെ കൈയും കാലും ഒക്കെ ലോക്കാണല്ലോ, ഈ വേരുകളുണ്ട്. അപ്പോൾ പുള്ളിക്ക് ടെൻഷനായി എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഈ മൂർഖനെ തുറന്ന് മുന്നിൽ തൊട്ട് തല കീഴായി കിടക്കുന്ന പുള്ളിയുടെ മുന്നിൽ മൂർഖൻ പാമ്പിനെ തുറന്നു വെച്ചിട്ട് ബാബുവേട്ടൻ രാമേന്ദ്രബാബു പറയുന്നു ഭയങ്കര നല്ല ഷോട്ടാണ്. ഞാൻ ആക്ഷൻ പറഞ്ഞു. ഇയാളുടെ കരച്ചിലുണ്ട്. പക്ഷേ ഇയാളുടെ കരച്ചിൽ ഭയങ്കര ബീഭത്സമായിട്ട് തീരാത്ത അവസ്ഥയിലോട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി സംഗതി റോങ് ആണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ബാബുവേട്ടൻ നിർത്തുക. ബാബുവേട്ടൻ പറഞ്ഞില്ല വെരി ഗുഡ് ഷോട്ട് എന്ന് പറഞ്ഞ് ബാബുവേട്ടൻ കണ്ടിന്യൂ ചെയ്യുക. അവസാനം ഞാൻ കയറി മുന്നോട്ട് ചെന്നിട്ട് ഞാൻ ഈ ശിവജിയെ പിടിച്ച് ഇങ്ങനെ വലിച്ചു പുറമോട്ട് വേരിലിൻ്റെ. അപ്പോഴാണ് സംഭവം. ശിവജി കരഞ്ഞ് ശിവജി അൺകോൺഷ്യസ് ആയി. ശിവജി പേടിച്ചു പോയി. ശിവജിക്ക് BP കൂടി. ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഹൈ BP ആണ്. പിന്നെ ശിവജി കുറേ നേരം കഴിഞ്ഞ് ബോധമൊക്കെ വിടുമ്പോൾ ശിവജി പറയുന്നത് എനിക്ക് പേടിച്ചു പോയി. ഞാൻ നേരെ ഇരുന്നിട്ട് എൻ്റെ മുമ്പിൽ തരികയും തൊടുകയൊക്കെ ചെയ്തു. ഞാൻ സമ്മതിച്ചു. തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ട് എൻ്റെ തൊട്ട് മുമ്പിൽ മൂർഖൻ പാമ്പ് പത്തിയും പിടർത്തി എന്നപ്പോൾ എനിക്ക് ഭയങ്കര അൺകോൺഷ്യസ് ആയപ്പോൾ പിന്നെ അലറിയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് ശിവജി പറഞ്ഞത്. പിന്നെ 2 ദിവസം ശിവജി ഹോസ്പിറ്റലിൽ കിടന്നു. ശിവജി എനിക്ക് ഒരു നടനെന്നുള്ളതിൽ അല്പം എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള സുഹൃത്തായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ തുറന്ന് പറയുമായിരുന്നു. ഒടുവിൽ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് വലിയ പ്രയാസം തോന്നി ശിവജി എൻ്റെ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനേതെങ്കിലും ചിത്രം എടുക്കുന്നുണ്ടെങ്കിൽ ശിവജി തീർച്ചയായിട്ടും അതിനകത്ത് കാണുമായിരുന്നു. എന്ത് വിലക്കൊണ്ടേലും ഞാനീ പറയുന്ന പോലെ എൻ്റെ പടത്തിൽ ശിവജി അഭിനയിക്കാൻ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു മനസ്സുള്ള ആയിരുന്നു ശിവജി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഈ ശിവജിയുടെ ആ ഇൻ്റർവെൽ പഞ്ചിൻ്റെ സീൻ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആകാശഗംഗയിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. രമേശൻ ചേട്ടനായിരുന്നു പാട്ടുകൾ എഴുതിയത്. ബേണി ഇഗ്നീഷ്യസിലായിരുന്നു അതിൻ്റെ ട്യൂണ്. 6 പാട്ടുകളുണ്ടായിരുന്നു ആകാശഗംഗയിൽ. ഞാൻ ആകാശഗംഗ ഹോസ്പിറ്റലിൽ പനിയൊക്കെ കഴിഞ്ഞിട്ട് ആകാശഗംഗ കാണാൻ പോകുമ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ചിതയിൽ നിന്നും പച്ചജീവനോടെ ഇരിക്കാൻ ചിതയിൽ വെച്ചിട്ട് കത്തിക്കുമ്പോൾ അവിടെ നിന്നും മയൂരി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ക്യാരക്ടർ ഇങ്ങനെ അലറുന്ന സമയത്താണ് നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന ടൈറ്റിൽ വരുന്നത്. ആ ക്ലാപ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഒരു സിനിമ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ട് ക്ലാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഡയറക്ടർക്ക് കാണുമ്പോഴുള്ള ഒരു അനുഭൂതി, അതിൻ്റെ ഒരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഒത്തിരി പ്രതിസന്ധി, ഞാൻ പറഞ്ഞല്ലോ, ഓൺ പ്രൊഡക്ഷനായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം പോലും ഉണ്ടായിരുന്നു.
പിന്നെ റിസ്കി ഷോട്ടുകളും ഈ വക ഹൊറർ സിനിമയായതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഉറക്കം അളച്ചളച്ച് ഉറങ്ങാത്ത ദിവസങ്ങളായിരുന്നു പലതും. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിൻ്റെ ഒരു സീക്വൻസ് ഞങ്ങൾ പകലാക്കിയത്. കാരണം ഒറ്റ ദിവസം രാത്രിയിൽ ഉറക്കമില്ല. രാത്രി മുഴുവൻ ഷൂട്ടിങ്, പകൽ ഉറങ്ങിയാലും നമ്മൾ കുറേ ദിവസമായി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺട്രോൾ നഷ്ടമായിട്ട് തോന്നും. അങ്ങനെ ആയിട്ട് പിന്നെ എപ്പിസോഡ് കിടക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ജഗദീഷിനെയൊക്കെ ക്ലൈമാക്സിൽ അറ്റാക്ക് ചെയ്യുന്ന യക്ഷിയെ രാത്രി മാറ്റി പകലാക്കി. അന്ന് എന്നോട് പറഞ്ഞു, ചിലർ പറഞ്ഞു അത് ശരിയാകത്തില്ല, രാത്രിയിലെ യക്ഷി ഇറങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞു നമുക്കത് മാറ്റി നോക്കാം, യക്ഷി നമുക്ക് പകലാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മയൂരിയും ദിവ്യ ഉണ്ണിയും ഒക്കെ രാത്രിയിൽ ജഗദീഷിനെ അറ്റാക്ക് ചെയ്യുന്നതും ആ സീക്വൻസ് ഫുള്ള് നമ്മൾ പകലാക്കി കളഞ്ഞു. പക്ഷെ അത് ജനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യക്ഷിയും പ്രേതമൊക്കെ പകൽ വന്നാലും ആളില്ലാത്ത സ്ഥലമാണെങ്കിൽ അറ്റാക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരിക്കാം അത്. ഈ ആകാശഗംഗ റിലീസ് കഴിഞ്ഞപ്പം ഈ വെള്ളസാരിയും കൊടുത്ത യക്ഷിയെ സ്വീകരിക്കുമെന്നൊക്കെ ചോദിച്ച ആൾക്കാർ മാറി. പിന്നെ വെള്ളസാരിയുടെ ഒരു ബഹളമായിരുന്നു. സീരിയലുകളും സിനിമകളും പിന്നെ യക്ഷി എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവന്നൊരവസ്ഥയായിരുന്നു. ഒരു ട്രെൻഡ് സെറ്റർ കണക്ക് തന്നെ യക്ഷിമാരുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ മലയാള സിനിമയിലുണ്ടായി. സീരിയലുകളിൽ അങ്ങനെ യക്ഷി കൂടി ഏതോ ഒരു സീരിയലുകാരൻ വെള്ളസാരി മാറ്റി കറുത്ത സാരിയാക്കി കളഞ്ഞു. കാരണം എന്ത് രീതിയിലും യക്ഷികൾക്ക് എൻട്രി ചെയ്യാം. യക്ഷിക്കഥകളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ആകാശഗംഗയുണ്ടാക്കി. ഒത്തിരി ഹൊറർ സിനിമകളും ഹൊറർ സീരിയലുകളും ഒക്കെ ആകാശഗംഗയ്ക്ക് ശേഷം വന്നു. ഒരു രീതിയിലും ഒരു കുഞ്ചാക്കോ ബോബൻ മാറിയിട്ട് റിയാസ് എന്ന് പറയുന്ന പുതിയ പയ്യൻ വന്നത് ഒരു രീതിയിലും ആ സിനിമയെ ബാധിച്ചില്ല. രാജൻ പി ദേവൻ്റെ മേപ്പാടൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഞാൻ ഇന്നും ഓർക്കുന്നു. രാജൻ പി ദേവേട്ടൻ മരിച്ചതിന് ശേഷം ഞാനെപ്പോഴും പറയാറുണ്ട്, അത്തരം ക്യാരക്ടറുകൾ ചെയ്യാനായിട്ടുള്ള നമുക്ക് ആളിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാജൻ പി ദേവ് അസാധ്യമായിട്ട് ചെയ്തിരുന്നു അതിനകത്ത് മേപ്പാടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ ജഗദീഷ് ആണേലും ഇന്നസെൻ്റ് ആണേലും ഒക്കെ ആ സിനിമയിൽ ഈ ഞങ്ങളത് ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങുമ്പം ഈ ഇന്നസെൻ്റ് ഈ അവിടെ ഒരു യക്ഷിബാധ ഉണ്ടായിട്ട് ഉള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അത് എല്ലാവരുടെയും വിചാരം അതൊക്കെ ഗ്രാഫിക്സാണ്. ഒട്ടും ഗ്രാഫിക്സ് അല്ല. അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരും യൂണിറ്റിലെ പിള്ളേരും അവർ ഈ തടി കൊണ്ട് വെള്ളം അടിച്ചു വിടുന്നതും പിന്നെ ഈ വാക്യൂം ക്ലീനറിൻ്റെ പൈപ്പ് വെള്ളത്തിലിറക്കിയിട്ടുണ്ടാക്കിയ ആ ഒരു എഫക്റ്റും ഒക്കെ ആയിട്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് ഗ്രാഫിക്സിൽ ഇപ്പം ലിറ്റിൽ സൂപ്പർമാനൊക്കെ ഗ്രാഫിക്സ് ഒത്തിരി ചെയ്ത് കാണുമ്പോഴും ഇതൊന്നും ഇല്ലാതെ ഇത്ര എഫക്റ്റ് അന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളെടുത്തൊരു എഫർട്ടുണ്ട് അതിനകത്ത്. എൻ്റെ ടീമിൻ്റെ ഒരു ടീം വർക്കായിരുന്നു. എൻ്റെ കൂടെ എടുക്കുന്ന തൊഴിലാളികളാണേലും എൻ്റെ ടെക്നീഷ്യന്മാരാണേലും ഒക്കെ പറയാറുള്ളൊരു സംഭവം, ആർക്കും വ്യത്യാസമില്ല, എല്ലാവർക്കും തുല്യം. ഒരു മരത്തിലിരിക്കുന്ന ലൈറ്റ് ബോയോട് പോലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ ഇരുന്നടാ എന്ന് വിളിച്ചു ചോദിക്കും. അയാൾ പറയും ഇല്ല സാർ അത് അസാധ്യമായിരുന്നു സാർ, അല്ലെങ്കിൽ സാർ അതിനകത്ത് ആ കൊച്ചു അന്നേരം ഇങ്ങനെ നോക്കി സാർ അത് ഒന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അന്ന് മോണിറ്റർ ഇല്ലായിരുന്നു ആ കാലത്തൊന്നും. അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റീഷൂട്ട് ചെയ്യും. കാരണം അങ്ങനെ ഒരു ലൈറ്റ് ബോയോട് പോലും നമുക്ക്, കാരണം അയാൾ ഒരു ആസ്വാദകനാണ്. നമ്മൾ കാണുന്നത് നമ്മൾ നോക്കുന്നതല്ലായിരിക്കും ലൈറ്റും കൊണ്ട് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഈ പറയുന്ന ലൈറ്റ് ബോയ് നോക്കുന്ന ആംഗിൾ വേറൊന്നായിരിക്കും. അവൻ്റെ ആംഗിളിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മേക്കപ്പ് മാൻ ആണെങ്കിലും കോസ്റ്റ്യൂമർ ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും ഇങ്ങനെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ബാബുവേട്ടനോട് ചോദിച്ചാലോ, പുള്ളി നമ്മുടെ ഒരു ആർട്ട് ഫിലിം ഡയറക്ടറുടെ അവസ്ഥയിൽ നമ്മുടെ തിരിച്ച് ഓക്കെ എന്ന് പറയാനായിട്ട് സമയമെടുക്കും. നമ്മൾ ഓക്കെ ആണോ ബാബുവേട്ടാന്ന് ചോദിച്ചാൽ പുള്ളി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് പറയത്തുള്ളൂ. കാരണം പുള്ളി അതിനെപ്പറ്റി ആലോചിച്ച് അത് 100% ഓക്കെ ആണെന്ന് പുള്ളിക്ക് മനസ്സ് വന്നാൽ മാത്രമേ. ചില അമ്പയർമാർ ഔട്ടാകുമ്പം, ക്രിക്കറ്റിൽ ഔട്ടാകുമ്പം കൈവെക്കാനായിട്ട് ഇങ്ങനെ താമസിച്ച് കൈവെക്കുന്നൊരു നമ്മൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ബാബുവേട്ടൻ. കാരണം മറ്റൊന്നുമല്ല, അതിൽ ഓരോ ഷോട്ടിലും അത് 100% ഓക്കെ ആണെന്ന് പുള്ളി ആലോചിച്ച് അതിൻ്റെ ഫ്രെയിംസുകളൊക്കെ പുള്ളി ആലോചിച്ച് വന്നതിന് ശേഷമേ പുള്ളി ഓക്കെ പറയത്തുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത ഒരു ചിത്രമായിരുന്നു ആകാശഗംഗ. അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത രാജൻ ഫിലിപ്പ് ഉൾപ്പെടെ അതിൻ്റെ ഓരോ വ്യക്തികളും എനിക്ക് മറക്കാൻ പറ്റാത്ത, കാരണം ഞാനെന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ളൊരു വലിയ പ്രൊഡ്യൂസറുടെ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പടമല്ല, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ്. അന്ന് ഈ പറയുന്ന വർക്ക് ചെയ്തവർക്കൊക്കെ ആവശ്യത്തിന് പണം കൊടുക്കാനും സുഗമമായിട്ട് ആ വർക്ക് തീർക്കാനും ഒക്കെ ആയിട്ട് CC സ്റ്റാൻലിയുടെ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ട് ടെൻഷനൊക്കെ അനുഭവിച്ചെങ്കിലും വർക്ക് തീരുന്നതും വർക്കിൻ്റെ പാക്കപ്പും ഒക്കെ ഭയങ്കര സുഗമമായിരുന്നു. അതുപോലെ തന്നെ സുഗമമായിരുന്നു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് 100% സിൻസിയറായിട്ടുള്ള കൂട്ടായ്മയോടുകൂടി ഒരു ചിത്രം ചെയ്താൽ അത് 100% വിജയമായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും കറുത്ത പാടുകളോ എന്തെങ്കിലും നമ്മളറിയാത്ത കരുനീക്കങ്ങളോ ഒക്കെ സുഹൃത്തുക്കൾ തമ്മിൽ പോലും ഉണ്ടായാൽ അത് ചിലപ്പോൾ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ വിജയത്തെ ബാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സുതാര്യമെന്ന് നമ്മൾ പറയുന്ന രീതിയിൽ വളരെ സിൻസിയറായിട്ടുള്ള ഒരു വർക്കിൻ്റെ റിസൾട്ടായിരുന്നു ആകാശഗംഗയിലൂടെ ലഭിച്ചത്.
ഈ ആകാശഗംഗ റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി 20 വളരെ മോശ സമയമായിരുന്നു റിലീസിനെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആ പടം 150 ഡേയ്സാണ് പോയത്. ആ വർഷം ഞാൻ 4 പടം സംവിധാനം ചെയ്തു. 4 ചിത്രവും ആകാശഗംഗ, പ്രണയനിലാവ്, ഇൻഡിപെൻഡൻസ്, ഡിസംബറിൽ വാസന്തി ലക്ഷ്മി 4 ചിത്രവും സക്സസ് ആയിട്ട് പോയ ചിത്രങ്ങളാണ്. രണ്ടാമത്തെ ആ വർഷത്തെ പടമായിരുന്നു പ്രണയനിലാവ്. അതൊരു ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറിയായിരുന്നു. ദിലീപിനെ വെച്ചിട്ട് നിരനിരയായിട്ട് കല്യാണ സൗഗന്ധിക, ഉല്ലാസപ്പൊങ്കാറ്റൻ, രാജകൊട്ടാരം, പ്രണയനിലാവിലോട്ട് വന്നപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ സിനിമകളിൽ സ്ഥിരമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ടീം, ജഗതി ശ്രീകുമാർ, പിന്നെ ജഗദീഷ്, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെ പറയുന്നൊരു ഫുൾ ടീം അതിനകത്തുണ്ടായിരുന്നു ഈ പറയുന്ന പ്രണയനിലാവ് കോമഡി ബേസ്ഡാണേലും അതിനകത്ത് രസകരമായൊരു എലിമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഭയങ്കര ധനികയായ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു പയ്യൻ പ്രണയിക്കും. അത് ആ ഹിന്ദു പയ്യനും അച്ഛനും KR വിജയും നെടുമുടി വേണുമായിരുന്നു ഈ ദിലീപിൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവർ ഒരു വീട്, ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറമാണ് ഇവരുടെ താമസം. യാതൊരുവിധ എന്താ പറയുക, ഒരു ജാതിക്കാരെന്ന പോലെ അല്ലെങ്കിൽ ഒരേ സഹോദരന്മാരെന്ന പോലെ ഈ മുസ്ലിം കുടുംബവും ഹിന്ദു കുടുംബവും ഒക്കെ ഒരുപോലെ ആ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പെരുന്നാളും ഉത്സവമൊക്കെ കൊണ്ടാടുന്ന ഒരു സ്ഥലത്ത് അതൊരു പ്രണയത്തിലോട്ടും അവരുടെ വിവാഹത്തിലോട്ടും ഒക്കെ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. ആ പൊട്ടിത്തെറി ആണ് ആ പടത്തിൻ്റെ തമാശ മട്ടിൽ. അതിനകത്ത് കലാഭവൻ മണിയുണ്ട്, മധുസാറുണ്ട്, നിറയെ ആർട്ടിസ്റ്റുള്ള ഒരു ചിത്രമായിരുന്നു. അങ്ങനെ ഒരു പൊട്ടിത്തെറി ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഇതിൻ്റെ ഒരു അവസ്ഥ, അത് ആ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ മുസ്ലിം കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിന്ദു പയ്യൻ മുസ്ലിം ആയാലേ കൊടുക്കത്തുള്ളൂ പെണ്ണിനെ എന്നുള്ള അവസ്ഥ. ഇനിയും അത് പൊന്നാനി പോയി സുന്നത്ത് കല്യാണം നടത്തിയാലേ പെണ്ണിനെ കിട്ടത്തുള്ളൂ എന്നവർ ഓപ്പണായിട്ട് പറയുന്നു. സുന്നത്തല്ല, ഇനി തല വെട്ടി വെക്കണമെങ്കിൽ ഞാൻ വെക്കാം, പെണ്ണിനെ കിട്ടിയാൽ മതി എന്ന് പറയുന്ന ദിലീപിൻ്റെ ക്യാരക്ടർ. അങ്ങനെ പൊന്നാനിയിലുള്ള മുസ്ലിയാരുടെ അടുത്ത്, മധുസാറിൻ്റെ അടുത്ത് പോയിട്ട് ഇയാൾ ഈ മതം മാറാൻ പോകുന്നതാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മതം മാറുന്നു എന്നുള്ളൊരു നടനം ആ രീതിയിൽ കാണിച്ചെന്നുള്ളതല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആക്ച്വലി അവിടെ പോയിട്ട് തിരിച്ചു എന്നുള്ളതല്ലാതെ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ മോഹിനിയും നായക കഥാപാത്രം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ മതം മാറ്റമൊന്നും ഉണ്ടായില്ല. ഇവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുക നിസ്കാരവും മറ്റും. അത് പിടിക്കപ്പെട്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അത് ഡൈവേഴ്സിലെത്തിക്കണമെന്ന് പറയും. അങ്ങനെ മതത്തെ വഞ്ചിച്ചു. ഒടുവിൽ ഈ കാമുകന്മാരായിരുന്നവർ വിവാഹിതരായി. ഈ നാട്ടിലാകെ പ്രശ്നമായിരുന്നു. അത് ഇവൻ മതം മാറിയില്ല എന്നറിയുമ്പോൾ വലിയ പ്രോബ്ലമായി. ഓർത്തഡോക്സ് മുസ്ലിയാരായ ക്യാപ്റ്റൻ രാജുവിൻ്റെ ക്യാരക്ടർ വളരെ ഓപ്പൺ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ദിലീപിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ നെടുമുടി വേണുചേട്ടൻ. ചുരുക്കം പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ മതത്തെക്കാട്ടിലും അല്ല ഇത്തരം വിശ്വാസങ്ങളെക്കാട്ടിലും ഒക്കെ വലുതാണ് മനുഷ്യൻ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന മതങ്ങൾ ഉണ്ടായത്. നമ്മളാണ് ഈ മതങ്ങളെ സൃഷ്ടിച്ചത്. അല്ലാതെ ഇന്നയാൾ ക്രിസ്തു, ഇന്നയാൾ ഹിന്ദു എന്നുള്ള രീതിയിലല്ല നമ്മൾ മനുഷ്യനെ കാണേണ്ടതെന്ന് പറയുന്ന വളരെ രസകരമായ ഒരു പ്രമേയമായിരുന്നു പ്രണയനിലാവിൻ്റേത്. പ്രണയനിലാവിലെ ബേണി ഇഗ്നീഷ്യസ് ആയിരുന്നു അതിൻ്റെ സംഗീതം നിർവഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഉത്പലായിരുന്നു അതിൻ്റെ ക്യാമറാമാൻ. ഒറ്റപ്പാലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. പ്രണയനിലാവ് ഒരു വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, അന്നത്തെ കാലത്ത് ദിലീപിൻ്റെ ഒരു നല്ല പടം, അതായത് ഒരു കോമഡിയും ഫാമിലി ടച്ചും ഒക്കെ ഉള്ളൊരു നല്ല പടം. നല്ല മോഹിനിക്കും അത് വളരെ ബ്രേക്കായൊരു ചിത്രമായിരുന്നു പ്രണയനിലാവ്. അതിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. മാത്രമല്ല എനിക്ക് ആ ചിത്രത്തോടുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാനെപ്പോഴും
ഇപ്പം ദാദാ സാഹിബ് പോലെയുള്ള ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മുടെ സമൂഹം നമ്മുടെ നാട്ടിൽ ഈ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എന്തോ ഒരു നെഗറ്റീവ് ഒരു കാഴ്ചപ്പാടിൽ കാണുന്നു. നെഗറ്റീവ് കാഴ്ചപ്പാടിൽ കാണാനായിട്ട് കുറേ മുസ്ലിം സഹോദരന്മാർ തന്നെ പല ഇഷ്യൂസും നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടും കൂടെ കാരണമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ആ ഒരു സമൂഹത്തിൻ്റെ വിലയും അതിൻ്റെ പരിശുദ്ധിയുമൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അല്ല, അത്തരം ഒരു ദൃഷ്ടിയോടുകൂടി കാണുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ രസകരമായ, ജാതിയെക്കാട്ടിലും ഒക്കെ വലുതാണ് നമ്മുടെ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ ജീവിതവും എന്നൊക്കെ പറയുന്ന ഒരു ചിത്രമായിരുന്നു പ്രണയനിലാവ്. പ്രണയനിലാവ് ഷൂട്ടിംഗ് നടക്കുമ്പം തന്നെ എൻ്റെ ഒരു കൊച്ചു ചെറുകഥ ഒരു സിനിമയാക്കണം എന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു പിന്നീട് ഞാൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള പേരിൽ സിനിമയാക്കിയത്. അതും ഒരു കൊച്ചു തമാശ ചെറുകഥയായിരുന്നു. പ്രണയനിലാവിൻ്റെ നിർമ്മാതാവ് മിലൻ ജലീലായിരുന്നു. ജലീലിൻ്റെ ഒരു നല്ല ചെറിയ ചിത്രങ്ങളിലൊന്നായിരുന്നു പ്രണയനിലാവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പല പ്രാവശ്യം. ഈ പ്രണയനിലാവും ആകാശഗംഗയും ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ചെറിയ ചിത്രങ്ങൾ എൻ്റെ എല്ലാം സക്സസ് ആകുന്ന ഒരവസ്ഥ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അവസ്ഥ തന്നെയാണ്. കാരണം അങ്ങനെയുള്ളൊരു സംഭവം, കാരണം ഒരു ചിത്രം ചെയ്താൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ചിത്രങ്ങളിൽ ഒത്തിരി ടെൻഷൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ കൂടി ഒരു കല്യാണ സൗഗന്ധി അല്ലെ ശിപായി ലഹള ആ സമയം മുതൽ എനിക്ക് പിന്നെ സത്യത്തിൽ കുറേ വർഷങ്ങൾ തിരക്കായിരുന്നു. ഞാൻ ചിത്രങ്ങൾ ഏതെടുക്കണം അല്ലെങ്കിൽ ഏത് ആർക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷേ അതൊന്നും എനിക്കൊരിക്കലും ഒരു സിനിമയുടെ ഒരു പ്രഭാവലയത്തിൽ അതിൻ്റെ ഒരു നമ്മൾ പറയില്ല, ചിലരൊക്കെ പറയുമല്ലോ സിനിമ തലയ്ക്ക് പിടിക്കുന്ന ഒരവസ്ഥ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ അകന്ന് നിന്ന് കണ്ടപ്പോൾ ഈ വർണ്ണാഭമായ അപ്രവാളികളിൽ തിളങ്ങുന്ന എൻ്റെ സ്വപ്നം പോലെ ഞാൻ കണ്ടിരുന്ന സിനിമ അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടവും അതിനോടുള്ള എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു വികാരം അതിനോടുള്ളത് ഒരു റെസ്പെക്റ്റ് എന്ന രീതി തന്നെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഞാൻ ആ സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഈ പറയുന്ന കുട്ടനാട്ടിലെ എൻ്റെ ജീവിതമോ അല്ലെ അമ്പലപ്പുഴയിലെ എൻ്റെ രാഷ്ട്രീയ ജീവിതമോ ഞാൻ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി കുടുംബങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധമോ ഒക്കെ എനിക്ക് എൻ്റെ ഈ സിനിമാ ജീവിതത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടങ്ങളിൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന അങ്ങനൊരു സംഘടനയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ FFK ഒന്നും ഇല്ലായിരുന്നല്ലോ. അന്നുണ്ടായിരുന്നത് മാക്ട എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാൻ അതിനെപ്പറ്റി പറയുന്നത് കൂട്ടത്തിൽ ഈ സിനിമയുടെ കൂട്ടത്തിൽ ഇത്തരം സിനിമയുടെ പിന്നാമ്പുറങ്ങളിലെ ജീവിതം കൂടി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അതായത് അപ്പം അന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, സിനിമയുടെ ഈ തിരശ്ശീലയിൽ കാണുന്ന ഈ താരങ്ങൾ അല്ലെങ്കിൽ അതിന് താഴെ എഴുതുന്ന സംവിധായകൻ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറാമാൻ എന്നൊക്കെ പറയുന്ന ഒരു 10-15 പേര് ഒഴിച്ചിട്ട് 150 പേരടങ്ങുന്ന ഒരു ക്രൂവിൽ അല്ലെ 120 പേരടങ്ങുന്ന ഒരു ക്രൂവിൽ ഈ 10-15 പേരെ വെച്ചിട്ട് ബാക്കി ആരെയും നമ്മൾ അറിയുന്നില്ല. അവരുടെ അവരാരും ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ അവരെപ്പറ്റി അജ്ഞാതമാണ്. പക്ഷെ അവരുടെ ഒരു കഷ്ടപ്പാട് അതായിരുന്നു എനിക്ക് ഈ സിനിമയിൽ വന്നപ്പോൾ എനിക്കുണ്ടായ എൻ്റെ അനുഭവങ്ങളൊരു പ്രത്യേകതയായിട്ട്. ഇത്രയും അലർട്ടായിട്ടുള്ള ഒരു വിഭാഗം സിനിമകളൊക്കെ അവിടെ രാജാവാണ് സംവിധായകർ. അതുകൊണ്ടാണ് ഈ സിനിമാ സംവിധായകരൊക്കെ വീട്ടിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനെപ്പോഴും പറയാറുണ്ട്. കാരണം ഈ സിനിമയുടെ സെറ്റിൽ അമ്പിളി അമ്മാവനെ പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ പോലും ഫസ്റ്റ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറ്റില്ല സാറെന്ന് പറയത്തില്ല. ആണോ സാർ, നോക്കാം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പതുക്കെ പറയത്തുള്ളൂ സാർ അമ്പിളി അമ്മാവനെ പിടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങും. കാരണം അങ്ങനെയാണ് സിനിമയുടെ സെറ്റ്. എന്ത് പറഞ്ഞാലും കൊണ്ടുവന്നിരിക്കണം. 10 കുതിര വേണോ കൊണ്ടുവന്നിരിക്കണം, അത് ഊട്ടിയിൽ നിന്ന് കുതിര ലോറിയിൽ കൊണ്ടുവരിക. അപ്പോൾ സിനിമയുടെ ഒരു അവസ്ഥ അതാണ്. ഈ അലർട്ടായിട്ട് നിൽക്കുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഈ മാവിലിൻ്റെ കൊമ്പത്ത് കയറി 100 അടി മുകളിൽ കയറി ലൈറ്റ് കിട്ടുന്ന
HMI ലൈറ്റ്. അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കണക്കുള്ള ഈ പാർ ലൈറ്റുകളോ ഇപ്പോൾ മോഡേൺ ലൈറ്റ്സിൻ്റെ ഒക്കെ കിനോയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് കൂടുതൽ HMI ലൈറ്റൊക്കെ ഭയങ്കര വെയിറ്റുള്ള ലൈറ്റാണ്. ഈ ലൈറ്റും തൂക്കി കയറി ഇതിൻ്റെ പുറത്ത് കെട്ടുകയും ഇതിനോട് കാണിക്കുന്ന ഒരു താല്പര്യം തൊഴിലാളികൾ, അതുപോലെ ഡ്രൈവർമാർ, ഷൂട്ടിംഗ് തീരുന്ന 2 മണിക്കാണെങ്കിൽ നമ്മളൊക്കെ പോയി 2 മണിക്ക് പോയി ഉറങ്ങി പിന്നെ 8 മണിക്ക് വരുന്നെങ്കിൽ ആ 2 മണിക്ക് ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി ലോഡ്ജിൽ വിട്ടിട്ട് ഇവർ തിരിച്ചു വന്ന് അവർ കിടക്കുന്നത് 7 മണിക്കായിരിക്കും. കുളിച്ച് 8 മണിക്ക് വരിക എന്നുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ബോയ്സ് ചായയൊക്കെ ഉണ്ടാക്കുന്നവർ, ഇങ്ങനൊരു വലിയ വിഭാഗം അവരൊന്ന് തളർന്നാൽ പോയി. ഈ 8 മണി രാത്രി 2 മണി വരെ എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ഈ ചായപാത്രങ്ങളൊക്കെ അടുക്കി കെട്ടി തിരിച്ചു പോയി കുളിച്ച് ചായ ഇട്ടിട്ട് ഈ 8 മണിക്ക് പോയി കിടന്നുറങ്ങിയിരിക്കുന്നവർക്ക് 1 മണിക്കൂർ മുമ്പ് ചായ കൊടുത്ത് വിളിച്ചുണർത്തി അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ ഷൂട്ടിംഗ് മുടങ്ങും. ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഇന്നത്തെ കാലത്താണ് എനിക്ക് തോന്നുന്നു 2-2.5 ലക്ഷം രൂപയാണ്. ഞാനീ പറയുന്ന ആകാശഗംഗയുടെ സമയത്തൊക്കെയാണ് 1 ലക്ഷം രൂപയ്ക്ക് മേളിലുണ്ട്. ഒരു ദിവസത്തേക്ക് എക്സ്പെൻസാണ്. അപ്പം ഇത് ആരുടെ കയ്യിലാണ്? ഈ പറയുന്ന ഘനഗംഭീരനായി നിൽക്കുന്ന ഈ സൂപ്പർ താരത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്റ്റനായിരിക്കുന്ന വേറൊരു ഘനഗംഭീരനായ ഡയറക്ടറാണോ? ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ അപ്പാവികളായ ഈ പാത്രം കഴിയുന്ന വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉഴപ്പുണ്ടായാൽ ഷൂട്ടിംഗ് നടക്കില്ല, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലേറ്റാകും. പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അവർ വളരെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നുണ്ടായ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളും അവർക്ക് വേണ്ടിയാണ് ഞാൻ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നതും അത് എനിക്ക് തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോട്ടൊക്കെ വന്ന ചരിത്രം ഞാൻ പിന്നീട് പറയാം. അതിലോട്ടായിട്ടില്ലല്ലോ ഇപ്പം.